ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം പോലുമില്ലാത്ത സർക്കാർ നഴ്സിംഗ് കോളേജിനെതിരെ പ്രതിഷേധവുമായ വിദ്യാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ തീർത്തും ശോചനീയമായ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് പഠനം ആശങ്കയിലാകുന്നതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം സമാനമായ സമരത്തിന് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ ക്രമീകരണങ്ങളും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് തുടർച്ചയായി അടിസ്ഥാന സൗകര്യപരമായ ഒരു സാഹചര്യത്തിൽ പഠനം നടത്തുന്നതിന് വേണ്ടി സമരവുമായി രംഗത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ തന്നെ സമരവുമായി രംഗത്തിറങ്ങിയതാണ്. അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ കോളേജ് കെട്ടിടമില്ല, കോളേജ് ബസ്സില്ല, മറ്റ് സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചെറിയ ഇടുങ്ങിയ കുടിസുമുറിയിലാണ് ഇവർക്ക് പഠനം നടത്തേണ്ടി വരുന്നത്. കോളേജ് ഹോസ്റ്റൽ കെട്ടിടം സ്വന്തമായില്ല, INC-യുടെ അംഗീകാരമില്ല. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നു. മെറിറ്റിൽ വിദ്യാഭ്യാസ സൗകര്യം നേടിയ വിദ്യാർത്ഥികളാണ്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. ഈ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും ഇത്തരം INC-യുടെ അംഗീകാരമടക്കമുള്ള കാര്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർച്ചയായി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഇങ്ങനെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളടക്കം നേരിടുമ്പോൾ പഠനം നടത്താൻ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നത്? ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോളേജില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോളേജ് ബസ്സില്ല. മൂന്നാമത്തെ, ഹോസ്റ്റൽ സൗകര്യമില്ല. പുതുതായിട്ട് തുടങ്ങിയ എല്ലാ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് കോളേജും മെഡിക്കൽ കോളേജിൻ്റെ അണ്ടറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് മാറി ഈ ഒരു വാടക കെട്ടിടത്തിൽ, നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു, അവിടെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ 2 ബാച്ചാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഇരിക്കാൻ ഒരു കെട്ടിടം മാത്രം, ഒരു ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് തൂണുകളുണ്ട്, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല, ക്ലാസ് എടുക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭയങ്കര ശബ്ദം, അതുകൊണ്ട് പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും കുട്ടികൾക്കുമായിട്ട്, 2 ബാച്ച് കുട്ടികൾക്കുമായിട്ട് ഒരു ബാത്റൂം മാത്രമാണ് ഉള്ളത്. ഭയങ്കര അടിസ്ഥാന സൗകര്യം ഭയങ്കര കുറവാണ്. പിന്നെ കോളേജ് ബസ് ഇല്ല. ഞങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് GH-ലാണ്. പിന്നെ എക്സ്റ്റേണൽ ക്ലാസ് ആയിട്ട് ഞങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നുണ്ട്. അവിടെ 2 ദിവസത്തെ ക്ലാസ്സൊക്കെയാണ് വരുന്നത്. അതിന് ഞങ്ങൾ സ്വന്തം പൈസ കയ്യിൽ ഇട്ടാണ് പൈസ എടുത്ത് പോകേണ്ടി വരുന്നത്. കോളേജ് ബസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹോസ്റ്റൽ ഫീസ്, ഞങ്ങൾ സ്വകാര്യ ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അവിടെ ഒരു 6500 മുതൽ 8000 വരെ കൊടുക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. വളരെ താഴ്ന്ന രീതിയിൽ നിന്ന് മെറിറ്റിൽ പഠിച്ചു വന്ന സ്റ്റുഡൻസാണ്. എന്നിട്ടും ഞങ്ങളോട് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ സമാനമായ ഒരു സമരവുമായി രംഗത്തിറങ്ങേണ്ട സാഹചര്യം അന്ന് എന്തൊക്കെ ഉറപ്പാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായതല്ലേ? ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോളേജ് വരും, കോളേജ് ബസ് വന്ന് കിടക്കുന്നു, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കും, എല്ലാം പറഞ്ഞതാണ്. അത് വാക്കാലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരും, നാളെ വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റിംഗ് ആയിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രതിഷേധിക്കും. അപ്പോൾ അവർ പറഞ്ഞു INC വരും, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റിംഗ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും INC നിങ്ങൾക്ക് വരും, ഇങ്ങനെ പ്രതിഷേധിച്ച് നിന്നാൽ INC വരും, പോവും, പിന്നെ നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഞങ്ങളിപ്പം പ്രതിഷേധിച്ച് തുടങ്ങുമ്പോഴാണ് ഓരോന്ന് പറയുന്നത്, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞത്. INC-യുടെ അംഗീകാരമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കോളേജ് അധികൃതർക്ക് ലഭിക്കുന്നത്? INC വരുന്നത്, ഞങ്ങൾക്ക് ഈ നിലവിലുള്ള കെട്ടിടം കാണിച്ചാൽ ഒരിക്കലും INC കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓരോ വിഭാഗത്തിനും ഓരോ ക്ലാസ് റൂമാണ് വേണ്ടത്. പിന്നെ എത്രയോ സ്ക്വയർ ഫീറ്റ്, INC-യുടെ മാനദണ്ഡം അനുസരിച്ച് ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് INC വന്നാൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അവർ പറയുന്നത് വേറെ കോളേജ് കാണിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അത് തന്നെ, സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ളത്. മെറിറ്റിൽ ഈ വിദ്യാഭ്യാസ യോഗ്യത നേടി ഇവിടെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സമരം നടത്തുന്നത്. ഇത്തരത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. ഇനി ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുമാണ് ആരോഗ്യമന്ത്രിയോട്. നേരത്തെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ സമരം നടത്തിയപ്പോൾ അവർക്ക് വാക്ക് നൽകിയതാണ്. ആ ഉറപ്പ് ഇനിയെങ്കിലും ഓർമ്മിച്ചെടുത്ത് ഈ കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാക്കണം എന്ന് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.